അസ്സലാമു അലൈക്കും. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദ് മരണപ്പെട്ടു പോയി. വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു മരണവാർത്തയായിരുന്നു അത്. ജലാൽ ഉസ്താദാണ് യാത്രയായത്. തെന്നല CM മർക്കസിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. മരണപ്പെട്ടുപോയി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. അതിലേറെ വിഷമം തോന്നിയത് അദ്ദേഹത്തിന്റെ ഭാര്യ, പ്രിയ പത്നി ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ്. തന്റെ പ്രിയതമയുടെ വയറ്റിൽ കിടക്കുന്ന തന്റെ ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ്. നമുക്ക് ഇത്രത്തോളം സങ്കടകരമായ ഒരു വാർത്തയാണിത്. നമുക്കറിയാം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഉപ്പയാകുക, അല്ലെങ്കിൽ ഒരു പിതാവാകുക, അച്ഛനാവുക എന്നൊക്കെ പറയുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. സന്താനങ്ങൾ എന്നുള്ളത് പടച്ചവൻ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. നമുക്കറിയാം, എത്രയോ വർഷക്കാലമായി എത്രയോ സഹോദരിമാർ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണുവാൻ വേണ്ടി വർഷങ്ങളോളമായി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും ആ സഹോദരിമാർ കടന്നു പോകുന്നുണ്ട്. ആ സഹോദരിമാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്തുകൊണ്ട് അവർക്ക് ഗർഭിണിയാകാൻ, ഒരു കുഞ്ഞുണ്ടാകാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ജലാൽ ഉസ്താദ് തന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ കാണാൻ സാധിക്കാതെ മരണപ്പെടുകയാണ്. നാളെ സ്വർഗത്തിൽ രണ്ടുപേരെയും, ആ കുഞ്ഞിനെയും അദ്ദേഹത്തെയും സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടട്ടെ. സമസ്ത കർണാടക ജമിയത്തുൽ ഉലമ പ്രസിഡന്റും നിരവധി മഹല്ലുകളുടെ ഖാളിയുമായ ഷെയ്ഖുന സൈനുൽ ഉലമ മാണി ഉസ്താദിന്റെ പേരമകൻ കൂടിയാണ് ജലാലുദ്ദീൻ ഹുമൈദി. കുറച്ചുകാലം ബദരിയ ജുമാ മസ്ജിദ് തെക്കറിൽ മുതഅല്ലിമായും അതോടൊപ്പം മുഅദ്ദിമായും സേവനമനുഷ്ഠിച്ച ഉസ്താദായിരുന്നു ജലാൽ ഉസ്താദ്. കുറച്ചു നാളുകൾക്ക് മുമ്പാണ്, ഏകദേശം എനിക്ക് തോന്നുന്നു നവംബറിന്റെ തുടക്കത്തിലാണ് ഇദ്ദേഹത്തിന് ഒരു അപകടമുണ്ടാകുന്നത്. രാത്രിയോടുകൂടി ചിക്കമംഗളൂരുവിൽ ഡ്യൂട്ടിക്കായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നീടൊരു ജീപ്പിൽ മുഅല്ലിം മെഹർജാന്റെ പ്രോഗ്രാമിലേക്ക് പോകുന്ന സമയത്താണ് അപകടം സംഭവിക്കുന്നത്. അപകടമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നട്ടെല്ലിന് വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു. പിന്നീട് ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം ആ ഒരു അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തല മാത്രമാണ് ആ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഭാഗമെന്ന് പറയുന്നത്. അന്നൊരുപാട് ആളുകൾ പ്രാർത്ഥിക്കണമെന്നും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ കുട്ടി കൂടിയുണ്ട്. രണ്ടാമതായി, അദ്ദേഹത്തിന്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. വേദികളിൽ അദ്ദേഹം മനോഹരമായിക്കൊണ്ട് നല്ല മധുഗാനങ്ങളൊക്കെ ആലപിക്കാറുണ്ട്. അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി. ആ വീഡിയോ കൂടി ഞാനൊന്ന് കാണിക്കാം. ഫിർദൗസിൽ പന്തലൊന്നൊരുങ്ങണ്, ജിൽ ജിൽ കീലുക്കിയെന്ന് ദഫ്ഫുമേളമുയരണ്. ജന്നാത്തുൽ ഫിർദൗസിൽ പന്തലൊന്നൊരുങ്ങണ്, ജിൽ ജിൽ കീലുക്കിയെന്ന് ദഫ്ഫുമേളമുയരണ്. താഹനബി വെള്ളപ്പീലിലേറി മാറൻ ചമയണ്, താഹനബി വെള്ളപ്പീലിലേറി മാറൻ ചമയണ്. ദാവൂദർ വീണ മീട്ടി കോപ്പ കൂട്ടി നിൽക്കണേ, ദാവൂദർ വീണ മീട്ടി കോപ്പ കൂട്ടി നിൽക്കണേ. അസിയ ബീവി മറിയം കൂടി, അസിയ ബീവി മറിയം കൂടി താഹയൊത്തെഴുന്നള്ളലാ. നോക്കി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം മദ്ഹ് ഗാനങ്ങൾ ആലപിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിക്ക് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാം. 2 പ്രിയപ്പെട്ട കൂട്ടുകാർ അവർ മരണപ്പെട്ടു പോയൊരു വാർത്തയാണ്. ഒരുപക്ഷെ അവരുടെ മരണവാർത്ത എല്ലാവരും വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. സദാസമയവും ജാതിയും മതവും വർഗീയതയും പറഞ്ഞ്
നമ്മുടെ നാട്ടിലെ സഹിഷ്ണുതയും മതസൗഹാർദ്ദവും തകർക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരികളുടെ മരണവാർത്ത കാണേണ്ടതുണ്ട്. 1990 കാലഘട്ടത്തിലാണ് ഖദീജയും ശ്യാമളയും ഒരുമിച്ച് പഠിച്ചത്. പിന്നീട് ആ സൗഹൃദം തുടർന്നു. നാളുകൾക്ക് ശേഷം പ്രീ ഡിഗ്രി വിദ്യാർത്ഥികൾ ചേർന്ന് വാട്സപ്പിൽ ഒരു സ്നേഹതീരം എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു സൗഹൃദ കൂട്ടായ്മ തുടങ്ങുകയാണ്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്യാമളയ്ക്ക് ക്യാൻസർ ബാധ സ്ഥിരീകരിച്ചു. അതിന്റെ ഭാഗമായി സുഹൃത്തുക്കളെല്ലാവരും ഒരുമിച്ച് ധനസമാഹരണം നടത്തി. 42,000 രൂപയാണ് അവർ സമാഹരിച്ചത്. ഇത് നൽകുവാനായിട്ട് സുഹൃത്തുക്കളായ ശ്രീജി, വിനീഷ്, റസിയ, ശൈലജ എന്നിവർക്കൊപ്പമായിരുന്നു ഖദീജ ആ ആശുപത്രിയിലേക്ക് എത്തിയത്. ചികിത്സാ സഹായം നൽകി പുറത്തിറങ്ങിയതിന് ശേഷം പിന്നാലെ ഖദീജ കുഴഞ്ഞു വീഴുകയാണ്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. തുടർന്ന് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ് ഖദീജ മരണപ്പെട്ടു പോകുന്നത്. പിന്നാലെ അതിനുശേഷം ശ്യാമളയും മരണപ്പെട്ടു പോവുകയാണ്. നോക്കൂ, മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് പ്രിയപ്പെട്ട കൂട്ടുകാരികൾ ശ്യാമളയും ഖദീജയും മരണപ്പെട്ടു പോകുന്നത്. ശ്യാമളയ്ക്ക് 50 വയസ്സുണ്ട്. അവർ കണ്ടല്ലൂർ സ്വദേശിനിയാണ്. ഖദീജ എന്ന് പറയുന്ന സഹോദരിക്ക് 49 വയസ്സുണ്ട്. നോക്കൂ, കൂടെ പഠിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരികൾ അവർ മരണത്തിലും വേർപിരിയാതെ മാറുകയാണ്. നോക്കിത്രത്തോളം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന ഈ ജനങ്ങൾക്കിടയിലാണ് വർഗീയവാദികൾ അവരുടെ വർഗീയ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്നത്. നോക്കിവിടെ എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് സൗഹാർദ്ദത്തോടു കൂടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിവിടെ ശ്യാമള എന്ന് പറയുന്ന സഹോദരിയെ സഹായിക്കാനെത്തിയത് ഇത്തരം വർഗീയവാദികൾ നിരന്തരമായി പറയുന്ന തീവ്രവാദികളെന്നും ജിഹാദികളെന്നും മുദ്രകുത്തുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഖദീജ എന്ന് പറയുന്ന സഹോദരിയാണ്. ആ സഹോദരി സഹായിക്കാനെത്തിയത് ശ്യാമള എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. അവർ അവരുടെ മതം നോക്കിയില്ല, അവരുടെ ജാതി നോക്കിയില്ല, ഒന്നും തന്നെ നോക്കിയില്ല. മനുഷ്യത്വം മുന്നിൽ കണ്ട് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരൊറ്റൊരാഗ്രഹം, ആ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ് അവർ സഹായിക്കാൻ അയച്ചത്. അവസാനം രണ്ടുപേരും ഒരുമിച്ച് മരണപ്പെടുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതു സമയവും സദാസമയവും ജാതീയതയും വർഗീയതയും വിദ്വേഷവും പറഞ്ഞ് ഇവിടെയുള്ള സ്നേഹവും സൗഹാർദ്ദവും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല വർഗീയവാദികളും കണ്ടിരിക്കണം ഈ പ്രിയപ്പെട്ട ഈ കൂട്ടുകാരികളുടെ ഈ ഒരു മരണം. ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്, അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈ രേഴ് ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൽ കീർത്തിയോതിയ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്, റസൂലേ ശറഫാനൂരേ ജമാലേ ഹാഷിമി നസീബി ഈ ആലമാകെ പോരിശയാക്കി റസൂല്, അല്ലാഹുവിന്റെ ദൂതരായ